ജാനീസ് നാച്ചുറൽ ഹെയർ കെയർ ഓയിൽ. മുടിയുടെ അതുകൊണ്ട് മുടി എന്തോരം വെട്ടിയതല്ലേ? അതാണ് പവറ്. സൂപ്പർ. അടുത്ത വട്ടം ഓഫറിന് അമ്മേനെ സാരി എടുത്ത് അടുപ്പിക്കുന്നതായിരിക്കും ഗൈസ്. അടുത്ത വട്ടത്തെ ഓഫറിന് അമ്മ സാരി എടുത്ത് മുടിയില മറ്റേ മുല്ലപ്പൂ ഒക്കെ വെച്ച് ജാനീസ് ഹെയർ കെയർ ഓയിൽ നല്ലതായിരിക്കും. പുതിയ ഇതാണ് കേരള. ഞങ്ങളിനി എല്ലാം അവിടെ നിന്നാണ് ഗൈസ്. ഈ കാരണമാണ് എനിക്ക് തലയിടിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ അവിടെ വെച്ച് കാണാം. അല്ലാതെ പിന്നെ ഏത് വണ്ടി വേണം? അച്ഛൻ നമ്മുടെ അല്ലേ? ഓക്കെ ബൈ. ഞങ്ങൾ എവിടെ വെച്ചാണോ കണ്ടുമുട്ടുന്നത് അവിടെ വെച്ച് ബാക്കി വീഡിയോ കേട്ടോ. ഞങ്ങൾ മാള വരെ ഒന്ന് പോവാണ് കേട്ടോ. അച്ഛനും അമ്മ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഞാൻ ജിമ്മിന്ന് വന്ന് കോലുമാണ് കൈസ്. എനിക്ക് ഡ്രസ്സ് പോലും മാറാനുള്ള ഗ്യാപ്പ് ആ നിൽക്കുന്ന സാധനവും ഫ്രണ്ടിൽ പോയി ഡാഡിയും തന്നിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല, നമ്മളൊരു അത്യാവശ്യ സാധനം നോക്കാൻ വേണ്ടി പോവുകയാണ്. പോയാലോ? പോവാ. ഗൈസ് അപ്പം നമ്മളിത് ഫർണിച്ചർ ഷോപ്പിലോട്ട് വന്നേക്കാണ് കേട്ടോ. നമ്മൾ വീട്ടിലോട്ട് ഫർണിച്ചർ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. ചെറിയ സാധനം നമ്മള് വാല പോകുന്നുണ്ട്. എന്തായിരിക്കും? അതെ, അതിലൊന്നും ഇരുന്ന് നോക്കാം. വീട് പണിയുമേ വീട് പണിയുമേ ഇതുപോലത്തെ ഒരെണ്ണം മേടിച്ചിടണം അല്ലേ? അല്ലേ? അല്ല, അത് മറ്റേ അതിന്റെ ഇതിനനുസരിച്ച് ചെയ്താ പോരെ. നമ്മള് പറഞ്ഞ നല്ല കാര്യം. സോഫ എടുക്കാൻ വേണ്ടി വന്നത്. നമ്മുടെ വീട്ടിലെ സോഫ ചേച്ചിയുടെ കല്യാണത്തിന് മേടിച്ചത്. ഇപ്പൊ കല്യാണം കണ്ടിട്ട് 10 വർഷമൊക്കെ 10 വർഷം ഒന്നല്ലായി. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഞങ്ങൾ സോഫ നോക്കാം എന്ന് വിചാരിച്ചു. അമ്മ ഇങ്ങനത്തെ സാധനം പറഞ്ഞത് ഇതല്ല, നല്ല ഹൈറ്റിലല്ലേ? നല്ല ഹൈറ്റിലത് ഇതുപോലത്തെ ഇതും കുഴപ്പമില്ല അല്ലേ? പക്ഷെ ഇത് കോർണർ സെറ്റി അല്ലേ? കോർണർ സെറ്റി ആണല്ലേ? കോർണർ സെറ്റി അല്ലേ? എനിക്ക് പറ്റിയ ടേബിളല്ലേ? പക്ഷെ ജാനിക്കിത് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അവള് പെട്ടെന്ന് ഷഡ് എന്ന് പറഞ്ഞു വരുന്നത്. ഇവിടേക്ക് ഉണ്ടല്ലേ? ഇത് സാധാ ടൈപ്പാന്ന് തോന്നുന്നു അല്ലേ? അല്ലേ? ഭംഗിയിലുള്ള മേശകളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി മേശകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സോറി, മേശാന്ന് ഇതിനെന്താ പറയാ? അലമാര. അലമാരകൾ. ഇതൊക്കെ MRP ഒക്കെ എഴുതി വെച്ചാൽ 32 സംതിങ് ഒക്കെ വരും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ട ഒരു കണ്ണാടിയും കിട്ടും ഒപ്പം. ഫ്രീ. നമ്മൾ ഉദ്ദേശിച്ചത് വലിയ ടൈപ്പാണ് കേട്ടോ. അത്യാവശ്യം ഹൈറ്റ് കൂടിയിട്ട് കുഷ്യൻ കൂടിയ ഒരു ടൈപ്പുള്ള ഫർണിച്ചറായിരുന്നു നോക്കിയിരുന്നത്. അതില്ല കേട്ടോ. നമുക്ക് നോക്കാം, നമുക്ക് വേറെ നോക്കാം. ഇപ്പം മാളയിൽ പുതിയൊരു ഷോപ്പ് തുടങ്ങിയതാണേ. അപ്പം നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് കേട്ടോ ഈ ഒരു ഷോപ്പിലോട്ട് വന്നത്. ഇവിടുന്ന് കിട്ടും എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമായിരുന്നു. പക്ഷേ ഇവിടുന്ന് കിട്ടിയില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇവിടുത്തെ സോഫ സെറ്റുകൾ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം അമ്മ പ്രതീക്ഷിച്ച് ഒരെണ്ണം അമ്മയുടെ മനസ്സിൽ കണ്ട് ഇഷ്ടപ്പെട്ട് അമ്മ വെച്ചിട്ടുണ്ട്. മനസ്സിലല്ല, അമ്മ കണ്ട് ഇഷ്ടപ്പെട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെ മേടിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെടാണ്ട് മേടിച്ചതെന്ന് പറയൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് തപ്പി നടക്കുകയാണ് ആ സെയിം സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നിലൊക്കെ ഇരുന്ന് പറക്കിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ. അച്ഛൻ ഡൈനിങ് ടേബിളൊക്കെ നോക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ? അടിപൊളി, നല്ല ഭംഗിയായി. ഞാൻ വന്നതേ അത് നോക്കിയതാണ് ഗൈസ്. ഇങ്ങനത്തെ ഒരെണ്ണം മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലും കൂടെ സെറ്റാവണം, എന്നാലേ കാര്യമുള്ളൂ. എന്തായാലും അവർക്ക് നമ്മൾ നമ്പറൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെയും നമ്മൾ വിചാരിച്ചത് കിട്ടിയിട്ടില്ല.
നാത്തൂൻസിന്റെ വണ്ടിയാണ് കേട്ടോ. വണ്ടി കംപ്ലൈന്റ് ആണ്. എന്നാ പിന്നെ കാർ എടുത്താ പോരെ. ഇപ്പൊ കടിക്കുന്ന പട്ടീനെ കാശ് കൊടുത്ത് മേടിച്ചോളെ കൈ. വണ്ടി വീട്ടിലുണ്ട്, വന്ന് അടിച്ചോണ്ടിരിക്കുക കിക്കറ്. നേഴ്സാണ് പോലെ അടിച്ചുവിടാം. ഇത് കേക്കിട്ടേന് മാറ്റും. അച്ഛനമ്മ മോനുണ്ട് കേട്ടോ. ഒരു ഷോപ്പിലൂടെ കയറി നോക്കാന്ന് വിചാരിച്ചേ. അത് കഴിഞ്ഞ നേരെ ഇഷ്ടപ്പെട്ട സാധനം മാത്രമേ എടുക്കുള്ളൂ. ഞാൻ അമ്മയോട് പറഞ്ഞു ചുമ്മാ കയറി എടുത്തേക്കരുത്, ഇഷ്ടപ്പെട്ടാ മാത്രം എടുക്കുക. പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനം അല്ലേ. നാളെ ഒരു സുപ്രാത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും കൈസ് ഓരോന്നിനെ തലക്കിട്ട. ഇവിടെ എന്റെ അഷ്ടമിച്ചിറയിലുള്ള ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഈ തപ്പി നടക്കുന്നത്. നമ്മൾ വെറുതെ വീട്ടിൽ ഓർമ്മയുണ്ട് തടിയുടെ കാരണം മേടിച്ചിട്ട് അത് കുഷ്യനൊക്കെ അങ്ങ് പോയായിരുന്നു കേട്ടോ. എന്തായാലും കയറി നോക്കട്ടെ. എന്താണെന്നുണ്ടെങ്കിൽ എടുക്കും. ഇതല്ലെങ്കിൽ വെല്ലിച്ചനെ വിളിക്കും. നാളെ വീട്ടിൽ ചെല്ലും, ഫോട്ടോ എടുക്കും, നേരെ കയറി എടുക്കും. കാര്യം വെല്ലിച്ചൻ്റെ വീട്ടിൽ നമ്മളിത് ബർത്ത്ഡേക്ക് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സെയിം സാധനം തന്നെ എടുക്കാണ്ടാണ് ഈ തപ്പി നടക്കുന്നത്. കയറി നോക്കട്ടെ. കൊള്ളാം. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? കൊള്ളാം കേട്ടോ. ഇവിടെയും നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച് വന്ന സാധനം കിട്ടിയില്ലെങ്കിലും അത് സാരമില്ല, വെല്ലിച്ചൻ്റെ അടുത്ത് പോയി മേടിക്കാമെന്ന് ഞങ്ങൾ അമ്മയോട് പറഞ്ഞു കേട്ടോ. വെല്ലിച്ചൻ മേടിച്ച ഷോപ്പിൽ നിന്ന് തന്നെ മേടിക്കുവാണെങ്കിൽ ആ സെയിം സാധനം തന്നെ കിട്ടുമല്ലോ. അത് അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അത് തന്നെ തപ്പി നടക്കുന്നത്. ഇനിയിപ്പം അത് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ നമുക്ക് ഇഷ്ടപ്പെടാണ്ടൊരു സാധനം മേടിച്ചിട്ടിട്ട് പിന്നീട് അത് വിഷമം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പോകുന്ന വഴിക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഹെവി ഫുഡൊന്നും കഴിക്കാനായിട്ടുള്ള മൂഡില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ തട്ടുകടയിലോട്ടാക്കി കേട്ടോ. തട്ടുദോശ കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഫസ്റ്റ് കയറിയത്. പക്ഷെ അവിടെ ദോശ ഉണ്ടായിരുന്നില്ല. അത് തന്നെയല്ല ഒരു ചേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ആളെ അധികം ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ കപ്പയും ബോട്ടിയും പറഞ്ഞു. പിന്നെ എനിക്കും അമ്മയ്ക്കും അച്ഛനും മുട്ട ഓംപ്ലേറ്റ് പറഞ്ഞു കേട്ടോ. വിച്ചു നല്ല ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കുറേ ദിവസമായി കേട്ടോ ഇങ്ങനെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര എൻജോയ് ചെയ്തിരുന്നിട്ടാണ് വിച്ചു ഫുഡ് കഴിക്കുന്നത്. അമ്മയും അതിൻ്റെ ഇടയ്ക്ക് കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. എനിക്ക് ജിമ്മിൽ പോയിട്ട് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അനങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കഴിക്കാനുള്ള മൂഡില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓംപ്ലേറ്റ് പറഞ്ഞത്. നല്ല ഓംപ്ലേറ്റ് ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ തട്ടുകടയിൽ കയറിയിട്ട് ഓംപ്ലേറ്റ് ഒക്കെ കഴിക്കുമ്പം ഒരു പ്രത്യേക ഫീലിങ്സ് തോന്നാറുണ്ട്. അപ്പോൾ വിച്ചു കാണിച്ചു തരാണ് കേട്ടോ ആളെന്താ കഴിക്കുന്നതെന്നുള്ളത്. എൻ്റെ അടുത്ത് വന്ന് ഇട്ട് വരിപ്പോൾ എനിക്ക് അത്ര അങ്ങ് പിടിച്ചിട്ടില്ല. അതെൻ്റെ ഫേസിലുണ്ട്. കാര്യം ഞാൻ ഇന്ന് ഇത് മാത്രം കഴിച്ചു ഒതുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അതിൻ്റെ പകുതി ആശാൻ കൊണ്ടുപോയത്. ചെറിയൊരു വിഷമം വന്നെങ്കിലും പിന്നെ ഞാൻ ആ വിഷമം അങ്ങ് പോട്ടെ, കിട്ടിയവരല്ലേ കൊല്ലണ്ട എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ വിട്ടു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം തന്നെ എടുത്തു പറയുകയാണ് കേട്ടോ. കുറച്ച് പേര് നമ്മുടെ വീഡിയോയ്ക്കകത്ത് എനിക്ക് ഇച്ചിരി ടോ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അത് മനഃപൂർവ്വം പറയുന്നതല്ലേ, അത് അറിയാണ്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ് കേട്ടോ. കണ്ടോ അത് ഇപ്പോഴും ടോ വന്നു. അത് അറിയാണ്ട് അങ്ങനെ എനിക്ക് സംസാരിക്കാൻ അറിയുള്ളൂ. അത് ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് ശരിയാകുന്നില്ല ഗൈസ്. എനിക്കത് വന്നു പോകും. ഞാൻ പിന്നെ കൊടുത്ത വോയിസ് ഒന്നീന്ന് ഞാനത് കളഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരു വീഡിയോക്കകത്ത് ചെയ്ത് നോക്കി. ഞാൻ കൊടുത്ത വോയിസ് ഫുള്ള് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും കൊടുത്തു നോക്കി. എപ്പോഴും ആ സെയിം സാധനം തന്നെ എപ്പോഴും കയറി വരുന്നുണ്ട്. എന്നാലും ഞാൻ മാറ്റാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും പറഞ്ഞതല്ലേ. എന്റെ ഫോട്ടോ നമ്മളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് വിശക്കുന്നു തോന്നി. അമ്മ പറഞ്ഞു വണ്ടി ഇനി ബില്ലോടത്ത് പോവാം. നമ്മുടെ വടമേലുള്ള സ്ഥലമാണ്. പോവാം. തൃപ്തിയായ വയറ് ഫുള്ളായ തൃപ്തിയായി. എനിക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് കഴിഞ്ഞ് വന്നത് എനിക്ക് കഴിക്കാൻ ഒറ്റയടിക്ക് പറ്റില്ല. അപ്പം അതൊക്കെ ഇരുന്ന് കഴിക്കാം. ഓ കിക്കർ അടിക്കണല്ലോ. അമ്മ അടിക്കും. കിക്കർ അടിക്കടി. അങ്ങനെയൊക്കെ പഠിക്കുക. ഞാൻ അടിച്ചോളാം. വേണ്ട കാര് പോകും. ഞാൻ അടിച്ചോളാം. കണ്ണടക്കി എന്താ കണ്ണടച്ച് കൊണ്ടുവരാ കാണിച്ചു തരാന്നൊക്കെ പറയാനുണ്ട്.
കാർട്ടൂൺ ഞാൻ എന്നെത്തന്നെ സമാധാനപ്പെടുത്തട്ടെ. ഞാനിത് വലിയ സർപ്രൈസ് വെച്ചേക്കാന്ന് വിചാരിച്ചു ഗൈസ്, പറ്റിച്ചു. ഇനി ഒരു ഐസ്ക്രീമും കൂടി ഇല്ല ഗൈസ്, ഐസ്ക്രീമിന്റെയും കൂടെ കുറവുണ്ട് അല്ലേ? ഹായ്, ഈ ചൂടത്ത് എന്തൊരു സുഖമല്ല ഐസ്ക്രീം കഴിക്കുമ്പോ, കുളിർമ. ജാനിയുടെ സുഗണനല്ലല്ലോ, ചക്കരമുത്ത്. ദേഷ്യം വന്നിട്ടേ അത് നോക്കിന്നുണ്ടോ? ഒന്ന് ഫുള്ള് അമ്മയുടെ വക ട്രീറ്റ് ആയിരുന്നു. വയറ് നിറച്ച് മുട്ടയൊക്കെ കഴിച്ചു. എനിക്ക് ഇപ്പം എന്താണെന്നറിയില്ല കേട്ടോ, ജിമ്മിൽ പോയിടുന്ന ഫുഡ് കഴിക്കാൻ പറ്റില്ല. എന്തോ വയറ് ഭയങ്കര കട്ടിയായിട്ട് ഫുള്ളായ ഉണക്ക്. മുട്ടയൊക്കെ കഴിച്ചത് ഒരു ഐസ്ക്രീം കൂടെ കഴിച്ച് വല്ലയിടത്തും കയറി കിടക്കും. ചക്ക ഉണ്ടെങ്കിൽ അത് തിന്നില്ല, അമ്മയുടെ എനിക്കിട്ട് കുനിച്ചെടുത്ത് ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ചക്ക പുഴുങ്ങത്തില്ലേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ, കഴിക്കാൻ എടുക്കുമ്പോൾ കാണിച്ചു തരാവേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തു ഗൈസ്. കാര്യം സിന്ധുമ്മ വിളിച്ചു കേട്ടോ, ഒരു അരമണിക്കൂർ ഇന്ന് സംസാരിച്ചു എന്ന് തോന്നുന്നുണ്ട്. സംസാരിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാം കഴിച്ചിട്ട് കയറിപ്പോയി കേട്ടോ. അപ്പം ഇതാണ് ചക്ക പുഴുങ്ങുക എന്ന് പറയും. ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ, ഇത്രയും അമ്മ ഇതാക്കാറില്ല, കുഴയ്ക്കാറില്ല. ചക്കക്കുരു ഒക്കെ ഉണ്ടാവും, പൊളിച്ച് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എനിക്ക് നമ്മുടെ ഇടുക്കിയിലെ ചക്കപ്പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിവിടെ മിസ് ചെയ്യുന്നത് അതാണ്. അപ്പം ഇത് ഏകദേശം ആ ഒരു സെറ്റപ്പിലുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻ കറിയും അല്ല ചിക്കൻ കറിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ആരെയില്ല. ഓ ഇനി ഇത് അതുകൂടെ തിന്നാനുള്ള വയറ് പറ്റുന്നില്ല. ഇപ്പം തന്നെ എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല. കാര്യം എനിക്ക് ജിമ്മിൽ പോയിട്ടാന്ന് തോന്നുന്നു ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതിത്ര മൂപ്പ് കുറവാനും കൊണ്ട് ചക്ക ഒരു സുഖമില്ലാന്ന് തോന്നുന്നു. അച്ഛൻ പറയുന്ന കാലത്ത് എവിടെ കണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല കാറ്റ്, നല്ല കാറ്റുണ്ട്. കട്ടൻ ചായ കാണാം. നമുക്കൊരു മഴയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കണം ഗൈസ്. ഏഴാമ്പലകളെ പോലെ ഇന്ന് മാളയിലൊക്കെ മഴ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ചാറ്റൽ മഴയല്ലേ? അത്യാവശ്യം നനഞ്ഞു. ഇവിടെയും ചാറ്റല. ഇവിടുത്തെ പോണത്തെ ചെറുത മഴ അല്ലായിരുന്നു അവിടെ, അത്യാവശ്യം മീഡിയം നനഞ്ഞു. കാത്തു കഴിയുന്ന മനസ്സിന്റെ പേരാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു പോ. പിന്നത്തെ പാട്ട് എനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കും. അമ്പലത്തിൽ പൂജക്കെടുക്കും ഒരു പൂ പൊന്നും മിന്നും അണിയിച്ചു ഞാൻ മാനിടം മംഗളമാലപിക്കേ ഓമനീ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഞാൻ വിചാരിച്ചു തത്തമ്മ ചേച്ചിക്ക് കഴിവ് എവിടുന്നാ കിട്ടിയെന്ന്. പക്ഷെ ഇന്ന് വരെ ഞാൻ അമ്മ പാട്ട് പാടിക്കിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അല്ലേ? കേട്ടിട്ടില്ല. ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത് ആ ഒരു സിദ്ധി എവിടെ കിട്ടിയത്. വേഴാമ്പലിനെ പോലെ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് പാട്ട് അങ്ങനെ വന്നതാ. അതെ, നമ്മുടെ കുറച്ച് കാപ്പിസ്കട്ടെ. ശരി. ആപ്പിൾ, CAR കാർ, CAR BIKE ബൈക്ക്, BIKE ബൈക്ക്, MOON മൂൺ. ആ കൊച്ചിനെ കൊണ്ട് ചെറുത് പറയടാ. CAT കാറ്റ്, RT ആറാറ്റ്, ആറാട്ട്, PLE ആറാട്ട്, എന്റെ മറ്റു ചെയ്യും. സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർ ജാൻകി വിഷ്ണു തന്നെ നിൽക്കാൻ പാടില്ല. എന്നിട്ടാ വീട്ടിയാ വീടല്ല, ആപ്പിള്. തല
ചെല്ലാൻ പോകുമ്പോ വീഴുന്നു. ഈ വീടിന്റെ പേര് അപ്പച്ചാത്ത്. അല്ല പിന്നെ ഒന്ന് മതിയാക്കണോ? APP എല്ലി APP എല്ലിന്ന് പറഞ്ഞ ഇവിടെ നിക്ക. ആ APP എല്ലി പറ. APP എല്ലി ആ പറ, ബാലൻസ് പറ. APP എല്ലി ആപ്പിൾ എന്ന് പറയണ്ടേ അമ്മ. APP എല്ലി ജാനിയുടെ കിട്ടിയതായിരിക്കും അത്. അമ്മാണ് guys. RAT റാറ്റ്. വീട്ടിലേക്ക് അപ്പ അച്ഛന് മണി കിട്ടിയോ, സ്ക്രീൻ കിട്ടിയോ, അതൊന്ന് പറഞ്ഞേടി ഒന്നൂടി പറ്റിത്തരോ. ഐസ്ക്രീം മേടിച്ച് തരുമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് വാ പൊത്തിന് അച്ഛൻ വഴക്ക് പറഞ്ഞാണെന്ന് ഓർത്തിട്ട്. കാര്യം ഇന്ന് ഐസ്ക്രീം 5 അങ്ങനെ ഇപ്പൊ കരുതിക്കാണ്. പറ്റിത്തരോ എന്തേലും പൈസ